നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോകത്തിന്റെ പല കോണുകളിലും യുദ്ധം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും സമാധാനവും സന്തോഷമൊന്നും തന്നെ പലയിടത്തും വീണ്ടെടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. റഷ്യ യുക്രൈൻ ആണെങ്കിലും ഇസ്രായേൽ ഹമാസും തമ്മിലുള്ള യുദ്ധമാണെങ്കിലും അവിടെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനിടയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് സാധാരണക്കാരാണ്, അല്ലെങ്കിൽ അത് അനുഭവിക്കാൻ പോകുന്നത് സാധാരണക്കാരാണ്. എന്നിരുന്നാലും ഇത്തരത്തിലുള്ള കൊടുംഭീകരരെ വേട്ടയാടി കൊലപ്പെടുത്തുന്ന രീതി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. 2025 മെയ് 13 ഹമാസ് ഗാസ തലവനും ഹമാസ് മിലിറ്ററി വിംഗ് കമാൻഡറുമായ മുഹമ്മദ് സിൻവാർ കഴിഞ്ഞിരുന്ന ഒരു ബങ്കർ തകർക്കപ്പെട്ടതായി വാർത്തകൾ പുറത്തു വന്നത്. ഈ ആക്രമണത്തിൽ സിൻവാർ കൊല്ലപ്പെട്ടെന്ന വാർത്തകൾ ഉണ്ടായെങ്കിലും അത് സ്ഥിരീകരിക്കപ്പെട്ടത് മെയ് 31 മാത്രമാണ്. മുഹമ്മദ് സിൻവാറിനെ വധിച്ചതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ സിൻവാർ കൊല്ലപ്പെട്ടെന്ന് ബുധനാഴ്ചയാണ് നെതന്യാഹു പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹമാസ് നേതാവ് യഹിയ സിൻവാറിന്റെ സഹോദരനാണ് ഇപ്പോൾ കൊല്ലപ്പെട്ട മുഹമ്മദ് സിൻവാർ. ഇക്കഴിഞ്ഞ മെയ് 13 ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മുഹമ്മദ് സിൻവാറിനെ മാരകമായി പരിക്കേറ്റിരുന്നതായുള്ള വിവരം പുറത്തു വന്നിരുന്നു. എന്നാൽ ഇയാൾ മരിച്ചുവോ ഇല്ലയോ എന്ന് ഉറപ്പിക്കാനാവാത്ത സ്ഥിതിയായിരുന്നു അന്നുണ്ടായിരുന്നത്. പിന്നീട് മുഹമ്മദ് സിൻവാർ മരിച്ചതായി ഇസ്രായേലി പ്രതിരോധ സേന ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചു. നിലവിൽ IDF തരുന്ന വിവരങ്ങൾ മാത്രമാണ് ഈ വ്യോമാക്രമണം സംബന്ധിച്ച് ലഭ്യമായിട്ടുള്ളത്. ഹമാസ് ഇപ്പോഴും സിൻവാറിന്റെ മരണം സ്ഥിരീകരിച്ചിട്ടില്ല. ഇസ്രായേലിൽ തുടർച്ചയായി നടത്തിവരുന്ന ഒരു ആരോപണമാണ് ഹമാസ് ആശുപത്രികളെ തങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് കവചമായി ഉപയോഗിക്കുന്നു എന്നത്. പലപ്പോഴും ഏതെങ്കിലും ആശുപത്രികളോ സ്കൂൾ കെട്ടിടങ്ങളോ ഇസ്രായേൽ ആക്രമിച്ചു കഴിഞ്ഞാൽ പല ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ നിന്നും ഇസ്രായേൽ സർക്കാരിനെതിരെ വിമർശനം ഉയരാറുണ്ട്. ഇത്തരത്തിൽ സാധാരണക്കാർക്ക് നേരെ, അല്ലെങ്കിൽ ആശുപത്രികൾക്ക് നേരെ, കെട്ടിടങ്ങൾക്ക് നേരെ, സ്കൂളുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നുവെന്ന്. എന്നാൽ പിന്നീട് ഇസ്രായേൽ തന്നെ അതിൻ്റെ വീഡിയോ പുറത്തുവിടാറുണ്ട്. അപ്പോഴാണ് കാണാൻ സാധിക്കുന്നത് ഇതിൻ്റെയൊക്കെ തന്നെ ആശുപത്രികളുടെയൊക്കെ തന്നെ ഭൂഗർഭ അറകളിൽ ഹമാസിൻ്റെ വലിയൊരു പ്രവർത്തന കേന്ദ്രം തന്നെ അവിടെ ഉണ്ട് എന്നുള്ളത്. സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സ്കൂളുകളുടെ താഴെയും വലിയ ഭൂഗർഭ അറകൾ നിർമ്മിച്ചുകൊണ്ട് അവിടെ ആയുധങ്ങൾ ശേഖരിച്ചിരിക്കുന്നതും അവിടെ നിന്ന് മിസൈൽ വിടാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ള വലിയ രീതിയിലുള്ള ഭൂഗർഭ അറകളാണ് ഇതിൻ്റെയൊക്കെ കീഴിലുണ്ടായിരുന്നത്. ഗാൻ യൂനിസിലെ യൂറോപ്യൻ ആശുപത്രിയുടെ താഴെ പ്രത്യേകം നിർമ്മിച്ച ഭൂഗർഭ നിലയത്തിലായിരുന്നു ഈ കൊല്ലപ്പെട്ട മുഹമ്മദ് സിൻവാർ അടക്കമുള്ളവരുടെ താവളമെന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത്. അതിസങ്കീർണമായ തുരങ്കപാതകൾ പിന്നിട്ടാലാണ് കേന്ദ്രത്തിലേക്ക് എത്തുക. ഭൂഗർഭ കേന്ദ്രത്തിന്റെ സ്ഥാനം മനസ്സിലാക്കി വെറും 30 സെക്കൻഡുകൾ എടുത്ത് 50 ബോംബുകൾ വർഷിച്ചു. സാധാരണക്കാർക്ക് അപകടമുണ്ടാകാതിരിക്കാൻ പരമാവധി ശ്രദ്ധിച്ച് അതിസൂക്ഷ്മമായി ഭീകരരെ മാത്രം കേന്ദ്രീകരിച്ചായിരുന്നു ആക്രമണം. അതിവേഗത്തിലുള്ള നീക്കങ്ങളാണ് പിന്നീട് നടന്നത്. ഇസ്രായേലി മാധ്യമങ്ങൾ പറയുന്നത് സൈനിക ജെറ്റുകൾ 9 ബങ്കർ ബസ്റ്റിംഗ് ബോംബുകളാണ് ഉപയോഗിച്ചത്. വേറെ നിരവധി ബോംബുകൾ സിൻവാറിന്റെ ഭൂഗർഭ ഒളിത്താവളത്തെ ആക്രമിച്ചു. അതിശക്തമായ പ്രതിരോധ മതിലുകളെയും തകർത്ത് അകത്തേക്ക് കയറി പൊട്ടിത്തെറിക്കാൻ കഴിവുള്ള ആയുധമാണിത്. ഇസ്രായേലിലെ F-151 ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയിരിക്കുക എന്ന് അനുമാനിക്കപ്പെടുന്നു. 2024 സെപ്റ്റംബർ 27 ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രള്ളയെ കൊലപ്പെടുത്തിയത് ഈ വിമാനത്തിൽ ഘടിപ്പിച്ച BLU-109 ബങ്കർ ബസ്റ്റിംഗ് ബോംബുകൾ ഉപയോഗിച്ചായിരുന്നു. US നിന്നാണ് ഇസ്രായേലിന് ഈ ആയുധം ലഭിച്ചത്. ഭൂഗർഭ അറകൾക്ക് മുകളിലുള്ള ആശുപത്രിക്ക് സാരമായ കേടുപാടുകൾ വരുത്താതെയാണ് 50 ബോംബുകൾ 30 സെക്കൻഡിൽ പൊട്ടിച്ചതെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. ഇതിന്റെ സത്യാവസ്ഥ വ്യക്തമല്ല. നേരത്തെ ഇസ്രായേലിലെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട യഹിയ സിൻവാറിന്റെ സഹോദരനാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഹമാസിനെ സംബന്ധിച്ചിടത്തോളം കനപ്പെട്ട ഒരു ആഘാതമാണിത്. ഉന്നത നേതാക്കൾ തുടർച്ചയായി കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഹമാസിന് ക്ഷീണമുണ്ടാക്കുന്ന ഘടകം കൂടിയാണ്. ഗാസ ആരോഗ്യ മന്ത്രാലയം പറയുന്നത് പ്രകാരം ഈ ആക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ ഇസ്രായേൽ സെക്യൂരിറ്റി അതോറിറ്റി, ഇന്റലിജൻസ് ഡയറക്ടറേറ്റ്, ഇസ്രായേൽ എൻഫോഴ്സ്മെന്റ് എന്നിവയുടെ സംയുക്ത പ്രവർത്തനത്തിന്റെ ഫലമായാണ് മുഹമ്മദ് സിൻവാർ, മറ്റൊരു നേതാവായ മുഹമ്മദ് സബാനഹ് എന്നിവരുൾപ്പെടെയുള്ളവരെ വധിക്കാനായതെന്നും IDF പറയുന്നു. അതേസമയം തങ്ങൾ നടത്തിയ റെയ്ഡ് ആശുപത്രിയുടെ പ്രവർത്തനത്തെ ദോഷകരമായി ബാധിച്ചിട്ടില്ലെന്നും IDF അവകാശപ്പെട്ടു. ഭീകരപ്രവർത്തനത്തിനായി ആശുപത്രി ഉപയോഗിച്ചതിലൂടെ സാധാരണക്കാരെ നിന്ദ്യമായും ക്രൂരമായും ഹമാസ് ചൂഷണം ചെയ്യുകയാണെന്നും IDF പ്രതികരിച്ചു. സിൻവാറിന്റെ മൃതദേഹം തുരങ്കത്തിൽ നിന്നും കണ്ടെടുത്തതായി സൗദി ചാനലായ അൽ ഹദത്തിന്റെ റിപ്പോർട്ട് പറയുകയുണ്ടായി. എങ്കിലും IDFന്റെ ഉറച്ച പ്രഖ്യാപനം വരുന്നത് മെയ് 31 ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഇക്കാര്യത്തിൽ വ്യക്തമായ പ്രഖ്യാപനം നടത്തി. കണിശമായ ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു മെയ് 13 ഇസ്രായേലിന്റെ ആക്രമണം. യൂറോപ്യൻ ഹോസ്പിറ്റലിന് താഴെയുള്ള തുരങ്കത്തിൽ സിൻവാർ ഉണ്ടെന്ന് ഇന്റലിജൻസ് സ്ഥിരീകരണം ലഭിച്ചു.
യൂറോപ്യൻ ഹോസ്പിറ്റലിന് താഴെയുള്ള ബങ്കറിനെ കൺട്രോൾ സെന്ററാക്കി പ്രവർത്തിക്കുകയായിരുന്നു ഈ ഹമാസ് നേതാക്കളെന്നാണ് IDF പറയുന്നത്. ഹമാസിന്റെ ഉന്നത നേതാക്കൾ ബങ്കറിൽ ചില ചർച്ചകൾക്കായി ഒത്തുചേർന്നുവെന്ന വിവരം ഇസ്രായേലി ഇന്റലിജൻസ് ലഭിക്കുകയുണ്ടായിരുന്നു. എന്നാൽ മുഹമ്മദ് സിൻവാറിന്റെ പ്രവർത്തന ശൈലി അറിയാവുന്ന ഇസ്രായേൽ സൈന്യം ആദ്യഘട്ടത്തിൽ മടിച്ചു നിന്നു. കാരണം സിൻവർ എപ്പോഴും ഇസ്രായേലി ബന്ദികളെ മനുഷ്യ കവചമായി ഉപയോഗിക്കുന്നയാളാണ്. അദ്ദേഹം എപ്പോഴും ബന്ദികളുടെ സാമീപ്യത്തിലാണ് കഴിഞ്ഞിരുന്നത്. ഇക്കാരണത്താൽ തന്നെ ഇസ്രായേൽ ആക്രമണം എളുപ്പമായിരുന്നില്ല. ലഭിച്ച ഇന്റലിജൻസ് വിവരം വീണ്ടും അവർ പരിശോധിച്ചു. ഒടുവിൽ കണിശതയുള്ള ഇന്റലിജൻസ് വിവരം ഇസ്രായേലി സേനയ്ക്ക് ലഭിച്ചു. ലക്ഷ്യസ്ഥാനത്തിനടുത്തൊന്നും ബന്ദികളില്ല. കൊല്ലപ്പെട്ട ഹമാസ് നേതാവ് യഹിയ സിൻവറിന്റെ ഇളയ സഹോദരനാണ് മുഹമ്മദ് സിൻവാർ. 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ആക്രമണങ്ങളുടെ മുഖ്യ സൂത്രധാരൻ യഹിയ സിൻവർ ആയിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയ 2024 ടെഹ്റാനിൽ വെച്ച് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോഴാണ് ഹമാസ് പിൻഗാമിയായി യഹിയയെ അവരോധിച്ചത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 17 നടന്ന ഏറ്റുമുട്ടലിലാണ് യഹിയ സിൻവർ കൊല്ലപ്പെട്ടത്. യഹിയ സിൻവറിന്റെ അവസാന നിമിഷത്തിന്റെ ഡ്രോൺ വീഡിയോ IDF പുറത്തുവിട്ടിരുന്നു. തകർന്നൊരു അപ്പാർട്ട്മെന്റിലെ പൊടി നിറഞ്ഞ അന്തരീക്ഷത്തിൽ സോഫയിൽ യഹിയ ഇരിക്കുന്നതും കണ്ണു മാത്രം കാണുന്ന രീതിയിൽ മുഖവും തലയും തുണി കൊണ്ട് മറച്ചിരിക്കുന്നതും വീഡിയോയിൽ കാണാം. കെട്ടിടത്തിന്റെ ഭിത്തികൾ ഷെല്ലാക്രമണത്തിൽ തകർന്നിട്ടുണ്ട്. ഡ്രോൺ അടുത്തേക്ക് വരുമ്പോൾ കയ്യിലിരുന്ന വടി അതിനു നേരെ എറിയുന്നതും വീഡിയോയിലുണ്ടായിരുന്നു. DNA പരിശോധനാ ഫലം പുറത്തു വന്നതിന് ശേഷമാണ് കൊല്ലപ്പെട്ടത് യഹിയ തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചത്. സഹോദരന്റെ മരണത്തിന് ശേഷം മുഹമ്മദ് സിൻവാർ നേതൃസ്ഥാനത്തിലേക്ക് എത്തുകയായിരുന്നു. ഗാസയിലെ ഹമാസിന്റെ തലവനായിരുന്നു മുഹമ്മദ് സിൻവാർ. ഗാസയിൽ ശേഷിച്ചിരുന്ന ഹമാസിന്റെ ഉന്നത കമാൻഡർമാരിൽ ഒരാളായിരുന്നു സിൻവാർ. തെക്കൻ ഗാസയിലെ ഖാൻയൂനിസിൽ അഭയാർത്ഥി ക്യാമ്പിൽ ജനിച്ച മുഹമ്മദ് സിൻവാറിന്റെ മുഴുവൻ പേര് മുഹമ്മദ് ഇബ്രാഹിം ഹസൻ സിൻവാർ എന്നാണ്. 1991 ഹമാസിന്റെ ഭാഗമായ സിൻവാർ പതിറ്റാണ്ടുകളായി സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു വരികയായിരുന്നു. രഹസ്യമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന സിൻവാറിനെ ദി ഷാഡോ എന്നായിരുന്നു ഇസ്രായേൽ വൃത്തങ്ങൾ വിളിച്ചിരുന്നത്. 2006 ഇസ്രായേലി സൈനികരെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിലടക്കം സിൻവാറിന് പങ്കുണ്ടായിരുന്നു. ഒക്ടോബർ 7 ആക്രമണത്തിൽ സിൻവാറിന്റെ പങ്കും ഇസ്രായേൽ കണ്ടെത്തിയിരുന്നു. ഹമാസിന്റെ ഭൂഗർഭ താവളത്തിൽ മുഹമ്മദ് സിൻവാർ ഉണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം. ഖാൻ-യൂനിസിലുള്ള യൂറോപ്യൻ ആശുപത്രിയുടെ അടിത്തട്ടിലായിരുന്നു ഹമാസിന്റെ കമാൻഡ് സെന്റർ പ്രവർത്തിച്ചിരുന്നത്. ആക്രമണത്തിന് ശേഷം ഇതിന്റെ വീഡിയോ ദൃശ്യം ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിരുന്നു. അതേസമയം മുഹമ്മദ് സിൻവാറിന്റെ മരണം ഇപ്പോഴും ഹമാസ് സ്ഥിരീകരിച്ചിട്ടില്ല.